കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ ആഴത്തിൽ പരിശോധിച്ചാൽ സാമൂഹിക പുരോഗതിയുടെയും വിപ്ലവകരമായ മാറ്റങ്ങളുടെയും പിൻബലം ഉണ്ടായിട്ടും അധികാരത്തിന്റെ അകത്തളങ്ങളിൽ സ്ത്രീകൾ ഇന്നും നേരിടുന്ന അദൃശ്യമായ തടസ്സങ്ങൾ വ്യക്തമാകും. വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ജീവിത നിലവാരത്തിലും രാജ്യാന്തര നിലവാരം പുലർത്തുന്ന ഒരു സമൂഹത്തിൽ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നത് വലിയൊരു വൈരുദ്ധ്യമാണ്. കേരളം രൂപീകൃതമായ കാലം മുതൽ ഇന്ന് വരെ കരുത്തുറ്റ ഒട്ടനവധി വനിതാ നേതാക്കൾ പൊതുമണ്ഡലത്തിൽ സജീവമായിരുന്നുവെങ്കിലും നിർണായകമായ ഭരണാധികാര സ്ഥാനങ്ങളിലേക്കോ മുഖ്യമന്ത്രി പദത്തിലേക്കോ അവരെ ഉയർത്തുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എന്നും വിമുഖത കാട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് KR ഗൗരിയമ്മയുടെ രാഷ്ട്രീയ ജീവിതം. 1957 പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന അവർ പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത കരുത്തായിരുന്നു. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്ന് കേരളം മുഴുവൻ വിശ്വസിച്ചിരുന്നു. കേരളം ഭരിക്കും ഗൗരിയമ്മ എന്ന മുദ്രാവാക്യം അന്ന് അണികൾക്കിടയിൽ അത്രമേൽ ആവേശം വിതറിയിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ പാർട്ടി അവരെ തഴയുകയും EK നയനാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. തന്റെ പിൽക്കാല ജീവിതത്തിൽ എഴുതിയ ആത്മകഥയിൽ സമത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ പോലും വേരൂന്നിയ പുരുഷാധിപത്യവും ജാതീയമായ വേർതിരിവുകളും തന്നെ എങ്ങനെയാണ് തളച്ചതെന്ന് അവർ തുറന്നു